ബാലരാമപുരം ആറാലുംമൂട് ശിവപുരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് നേരെ ഇസ്ലാമിസ്റ്റുകളുടെ അതിക്രമം. ഇതിൽ പ്രതിഷേധവുമായി ഇപ്പോൾ ഹൈന്ദവ സംഘടനകൾ രംഗത്ത് വന്നു. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നഗരസഭാ ഭൂമിയിലാണ് എന്ന് കാട്ടി SDPIയുടെ പരാതിയിൽ നെയ്യാറ്റിൻകര നഗരസഭാ സെക്രട്ടറി ഗേറ്റ് അടച്ചുപൂട്ടി നോട്ടീസ് പതിപ്പിക്കുകയാണ് ചെയ്തത്. ഈ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹൈന്ദവ സംഘടനകൾ രംഗത്ത് വന്നിരിക്കുന്നത്. ബാലരാമപുരം ആറാലുംമൂട് ചെറിയകോണം ശിവപുരം ശ്രീ മഹാദേവ ക്ഷേത്രമാണ് നെയ്യാറ്റിൻകര നഗരസഭാ സെക്രട്ടറി താഴിട്ട് പൂട്ടിയത്. നഗരസഭാ ഭൂമിയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് താഴിട്ട് പൂട്ടി നോട്ടീസ് പതിപ്പിച്ചത്. മാത്രമല്ല, അനുമതി ലംഘിച്ചുകൊണ്ട് ക്ഷേത്ര ഭൂമിയിൽ പ്രവേശിച്ചാൽ നടപടി സ്വീകരിക്കുമെന്നും നോട്ടീസിലൂടെയാണ് ഇപ്പോൾ നഗരസഭാ സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുന്നത്. ഭക്തരുടെ അപേക്ഷ കൈക്കൊള്ളാതെയാണ് ഇപ്പോൾ സെക്രട്ടറി ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. SDPI ഭീഷണിയെ തുടർന്നുകൊണ്ട് ക്ഷേത്രം പൂട്ടി എന്നതാണ് ക്ഷേത്ര ഭരണസമിതിയും ഭക്തരും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നഗരസഭാ സെക്രട്ടറിയുടെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഹിന്ദു ഐക്യവേദിയും ക്ഷേത്ര സംരക്ഷണ സമിതിയും അടക്കമാണ് ഇപ്പോൾ രംഗത്ത് വരുന്നത്. മാത്രമല്ല, ഈ വിഷയത്തിൽ ഇവർ ഇതിൽ പ്രതികരിക്കുകയാണ് ചെയ്തിരിക്കുന്നതും. ഈ വിഷയത്തിൽ ഇപ്പോൾ ക്ഷേത്രത്തിൽ നിന്നും ഹിന്ദു സംഘടനയുടെ പ്രവർത്തകർ കർമ്മ ന്യൂസിനോട് പ്രതികരിക്കുകയാണ്. ഇത് നമ്മളൊരു 80 വർഷം കൊണ്ട് ഇതിന് തൊട്ടപ്പുറത്തെ കനാലിൻ്റെ കരയിൽ ഉള്ളൊരു തമ്പുരാൻ ക്ഷേത്രമായിരുന്നു. അത് ഒരു 18 വർഷം മുമ്പ് ഇടിഞ്ഞു വീഴുന്നു. അപ്പോൾ അന്ന് അവിടെ ഈ തമ്പുരാൻ ക്ഷേത്രത്തിന് നമ്മൾ ശിവക്ഷേത്രമായിട്ട് പ്രതിഷ്ഠ നടത്തി ഈ വസ്തു വെച്ചിട്ട് നമ്മളവിടെയാണ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ ഒരു നാഗക്ഷേത്രം ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പോൾ ഈ ഇടിഞ്ഞു വീഴുന്നപ്പം ഇതിനിപ്പോൾ അവിടെ സ്ഥലം കുറവായതുകൊണ്ട് നമ്മളിവിടെ ഇവിടെ ക്ഷേത്രം വയ്ക്കാൻ വന്നപ്പോൾ മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞു അത് മുനിസിപ്പാലിറ്റി വസ്തുവാണെന്നും പറഞ്ഞു അവരന്ന് തടസ്സപ്പെടുത്തി. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ചെയർമാനും ഇവിടുത്തെ പ്രാദേശിക നേതാക്കളെല്ലാം കൂടെ സംസാരിച്ചപ്പോൾ അവരൊരു 6.5 സെൻറ്റ് അളന്നിട്ട് പറഞ്ഞു ഇതിനകത്ത് ക്ഷേത്രം വെച്ചോളാൻ പറഞ്ഞു നമ്മളുടെ. അങ്ങനെയാണ് നമ്മളിവിടെ ക്ഷേത്രം പണി ചെയ്തു ഇത്രയും രീതിയിലാക്കി. ഇപ്പോൾ ഒരു 6 മാസത്തിന് മുമ്പ് മുനിസിപ്പാലിറ്റി സുപ്രഭാതത്തിൽ പെട്ടെന്നൊന്ന് പറയുകയാണ് അത് നിർത്തിവെക്കണം, മുനിസിപ്പാലിറ്റി വസ്തു ചെയ്യാനുള്ള അനുമതിയില്ല. അപ്പോൾ ഇവിടെ നമ്മൾ പ്രാദേശികമായിട്ടുള്ള ആൾക്കാർ പറഞ്ഞ് ചെയ്തോളാൻ പറഞ്ഞു, രാഷ്ട്രീയക്കാർ. നമ്മളത് വെച്ച് വീണ്ടും പണി ചെയ്തപ്പോൾ അവർ വീണ്ടും പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തു. പോലീസ് വന്ന് പറഞ്ഞ് പണി നിർത്തിവെക്കണമെന്ന് പറഞ്ഞ് നമ്മൾ നിർത്തിവെച്ചു. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ മുനിസിപ്പാലിറ്റി വന്ന് താഴിട്ട് പൂട്ടിയിട്ട് മുനിസിപ്പാലിറ്റി അത് കഴിഞ്ഞിട്ട് നമ്മൾ പരാതി ആരാണെന്ന് അറിയാൻ അവർ പറഞ്ഞു തന്നില്ല. രണ്ടാമതിപ്പം കഴിഞ്ഞതിൻ്റെ അങ്ങേയാഴ്ച വീണ്ടും സർക്കിൾ വിളിച്ച് ഒരു തീർപ്പിൻ്റെ രീതിയിൽ അപ്പോഴാണ് വഴിമുക്കുന്ന SDPക്കാരാണ് പരാതി കൊടുത്തിരുന്നതെന്ന് അറിഞ്ഞത്. അപ്പം അവർ പുറമ്പോക്കിൽ വയ്ക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് സർക്കിൾ പറഞ്ഞ് തൽക്കാലം നിർത്തി വയ്ക്കുകയും വേറെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് നമ്മൾ ഈ പരുവത്തിൽ നിർത്തിയിരിക്കുകയാണ്. നമുക്ക് വേറെ ഒന്നും ക്ഷേത്രത്തിന് ഇത്രയും മതി, നമുക്കൊരു 6.5 സെൻറ്റ് തന്നെങ്കിൽ അത് മാത്രം മതി, നമുക്ക് ഗേറ്റും തുറന്നു തന്നാൽ മതി. ആറാലുംമൂട് ശ്രീ ശിവപുരം ശിവക്ഷേത്രത്തിലെ ഭക്തജനങ്ങൾക്ക് കടന്നു വരാനുള്ള വാതിലുകൾ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി അടച്ചുപൂട്ടിയിരിക്കുകയാണ്. അതിനെതിരെ പ്രതിഷേധിക്കാനാണ് കേരള ക്ഷേത്ര സംരക്ഷണതയുടെ പ്രവർത്തകർ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ ക്ഷേത്ര ഭാരവാഹികൾക്ക് വേണ്ട എല്ലാ വിധത്തിലുള്ള പിന്തുണയും കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ മുനിസിപ്പാലിറ്റിക്ക് മുന്നേ വേണ്ടി വന്നാൽ ഈ സമരം വ്യാപിപ്പിക്കാനും ഇതൊരു ചെറിയ വിഷയമായിട്ട് നമ്മൾ കാണുന്നില്ല. ഇവിടുത്തെ വലിയൊരു ഭീകരവാദ സംഘടനയാണ് ഇതിൻ്റെ പിന്നിലെന്ന് ഇവിടെ വന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുകയാണ്. SDPI പോലുള്ള ഭീകരവാദ സംഘടനകൾ അവർക്കെന്താണ് ഇത്തരം ശിവക്ഷേത്രങ്ങളുടെ കാര്യം? ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ പുറമ്പോക്കിൽ ധാരാളം വസ്തുവകകളുണ്ട്, പുറമ്പോക്കിൽ ധാരാളം വീടുകളുണ്ട്. ഇത് സാമൂഹ്യമായിട്ടുള്ള പൊതുവായിട്ടുള്ളൊരു ക്ഷേത്രമാണ്. ഇപ്പോൾ പുറമ്പോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം പുറമ്പോക്കുകൾ ദേവാലയങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പുറമ്പോക്ക് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം പറഞ്ഞ് ക്ഷേത്ര ആരാധനയും അതുപോലെ തന്നെ ഭക്തജനങ്ങളെയും തടസ്സപ്പെടുത്താനുള്ള ഇത്തരം കുത്സിതമായ നീക്കത്തെ അതിശക്തമായിട്ട് തന്നെ കേരള ക്ഷേത്ര സംരക്ഷണ സമിതി അപലപിക്കുകയാണ്. ഇവിടുത്തെ ഭക്തജനങ്ങൾക്കൊപ്പവും ക്ഷേത്ര കമ്മിറ്റിയോടൊപ്പവും ഇതിൻ്റെ അവസാനം വരെയും ഈ ധാർമ്മിക സമരത്തിൻ്റെ ഈ പോരാട്ടത്തിൻ്റെ അവസാന വിജയം വരെയും ക്ഷേത്ര സംരക്ഷണ സമിതി ഉണ്ടാവും. നമ്മൾ കണ്ടല്ലോ, ഇത് ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിലൂടെയാണ്. അപ്പോൾ അതിപ്രശസ്തമായി ഉയർന്നു വരേണ്ട ഒരു ക്ഷേത്രമാണിത്. ആ രീതിയിലും നമ്മളിതിനെ ഈ വിഷയത്തെ കാണുകയാണ്.